ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് സെൻസെക്സ് എല്ലാം തന്നെ നിഫ്റ്റിയും 2 ദിവസം തുടർച്ചയായ റാലിക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്തിരുന്നു. കാരണം ഈ ഇറാൻ US ഇഷ്യൂ അത് രമ്യതയിലേക്ക് കൃത്യമായിട്ട് പോകുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ഫണ്ടുകൾ അത് അൺഫ്രീസ് ചെയ്യണമെന്നാണ് ഇറാൻ്റെ പ്രധാന ആവശ്യം. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ അമേരിക്ക വളരെ റീസെൻ്റായിട്ട് ഒരു സീസ് ഫയർ ലംഘനം നടത്തിയെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ബോട്ടുകളെ മുൻനിർത്തി അമേരിക്ക ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളും കണ്ടു. 4 പേര് മരണപ്പെട്ടു. അതിനെ തുടർന്നായിരുന്നു ഈ ഒരു ക്രൂഡ് പ്രൈസ് വീണ്ടും 100ന് മുകളിൽ പോയിട്ടുള്ളത്. എന്നാൽ വീണ്ടും ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് പ്രൈസ് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. 100ൽ താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്നലെ US മാർക്കറ്റിൽ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. യൂറോപ്യൻ ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നെങ്കിൽ കൂടിയും ഇന്നലെ US മാർക്കറ്റിൽ ടെക്നോളജി സ്റ്റോക്കുകൾ എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് 26,655 നിൽപ്പ് നമുക്ക് കണ്ടുവരാം. ഏറ്റവും താഴെ US വിക്സ് സ്പൈക്ക് ചെയ്തു, എന്നാൽ നാസ്ഡാക്കും സ്പൈക്ക് ചെയ്തു. അതായത് US ഫിയർ കൂടി, എന്നാൽ ടെക്നോളജി സ്റ്റോക്കുകൾ 1% റാലി രേഖപ്പെടുത്തി. ഡോ നെഗറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അവസ്ഥ നോക്കാം. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,515, സിൽവർ 77, ബിറ്റ്കോയിൻ 76,000, ബ്രന്റ് ഓയിൽ 95. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, 100 താഴെ വന്നു. കൂടാതെ ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പോസിറ്റീവാണ്. കോസ്പിയും കൊറിയയും ജപ്പാനും പോസിറ്റീവാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഫോസിസിൽ ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5% ഇടിഞ്ഞു. വിപ്രോ എന്നാൽ 3% സ്പൈക്ക് ചെയ്തു, കയറി. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളും പ്ലസ് ആണ്. ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. കൂടാതെ ഇന്നലെ FISും സെല്ലേഴ്സ് ആയിരുന്നു. 2,000 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. ADRൽ നമ്മൾ കണ്ടിരുന്നു. ഇൻഫോസിസ് ആണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കേണ്ടത് ഈ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ ആൾക്കാരും നോക്കണം. ഓപ്ഷൻ പഠിക്കണം. എല്ലാ ആൾക്കാരും ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ നിഫ്റ്റിയുടെ നിലയൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ PCR 0.9 ആണ്. അതായത് അതീവ ബീറിഷ് അല്ല. റെഡ് കളർ കാണുന്നത് പുട്ട് റൈറ്റ് ചെയ്ത ആളുകളാണ്. അതായത് 23,900 തന്നെ ഇടിയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിലെ ആളുകൾ ഹ്യൂജായിട്ട് പുട്ട് അഡീഷൻ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് കോളിലും അതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷനാണ് ഈ ഓപ്ഷൻ റൈറ്റേഴ്സ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ ഈ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ട് ബാറ്റ ഇന്ത്യയുടെ റിസൾട്ട് എന്ന് വരും. കുമിൻസ് ഇന്ത്യ, JMR എയർപോർട്ട്, ജില്ലറ്റ്, PJ ഇലക്ട്രോപ്ലാസ്റ്റ്, TVS, ശ്രീ ചക്ര, നാഷണൽ ഫെർട്ടിലൈസർ തുടങ്ങിയ കമ്പനീസാണ് മുൻനിരയിലുള്ളത്. ഇതല്ലാതെയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. കൂടാതെ ബിറ്റ്കോയിൻ്റെ ചാർട്ടൊക്കെ നമുക്ക് നോക്കാം. ബിറ്റ്കോയിൻ നല്ലൊരു പ്രൈസ് ആക്ഷനാണ്. 75,796 കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്. ബിറ്റ്കോയിനിൽ നമുക്ക് ഇന്ത്യൻ ബ്രോക്കറൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ട്രേഡ് പഠിക്കാനും ഫ്രീ ആയിട്ട് ട്രേഡ് പഠിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഗൂഗിൾ ഫോം ഉണ്ട്, ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. കോഴ്സ് ഫ്രീ ആണ്. ഫില്ല് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. IFB ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങ് വർദ്ധിച്ച് 42 കോടി രൂപ കരസ്ഥമാക്കി. ONGC ഇയർ ഓൺ ഇയർ 3% റാലി രേഖപ്പെടുത്തി നെറ്റ് പ്രോഫിറ്റ്. എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. മിക്സഡ് റിസൾട്ട്. ലാൻഡ്മാർക്ക് കാർ നെറ്റ് പ്രോഫിറ്റ് അവർ 1 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് ഉയർന്നു. PG ഹെൽത്ത് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. 45 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. JK ടയർ 97 കോടി രൂപയിൽ നിന്ന് 178 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽ കമ്പനി 190 നിന്ന് 112 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. പ്രൊക്ടാക്ട് ആൻഡ് ഗ്ലാംബ്ലർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61 നിന്ന് 94 കോടി രൂപയിലേക്ക് ഉയർന്നു. സൈമൻസ് നെറ്റ് പ്രോഫിറ്റ് 580 നിന്ന് 370 കോടി രൂപയിലേക്ക് കുറഞ്ഞു. പോണ്ടി ഓക്സൈഡ് കമ്പനി അവർ 1 CR നിന്ന് 3.8 CR പ്രോഫിറ്റ് ഉയർന്നു. AstraZeneca ഫാർമ കമ്പനി 58 കോടി രൂപയിൽ നിന്ന് പോണ്ടി ഓക്സൈഡ് 18 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്.
ആസ്ട്രസെനിക്ക ഫാർമ കമ്പനി 58 കോടി രൂപയിൽ നിന്ന് 44 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. ജാഷ് എഞ്ചിനീയറിംഗ് കമ്പനി 36 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. അസൂർ മൾട്ടി പ്രൊജക്റ്റ് 6 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IRCTC 360 കോടി രൂപയിൽ നിന്ന് 330 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സെൻകോ ഗോൾഡ് 62 കോടി രൂപയിൽ നിന്ന് 157 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 150 നിന്ന് 250 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. പെന്നാർ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35 കോടി രൂപയിൽ നിന്ന് 41 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. ഇന്ന് നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് കേട്ടോ. നാളെ ഈദാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.